എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളാണ് നോക്കുന്നത്. അതിലെ പാർട്ട് 1 വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പരീക്ഷകളിലും വരുന്ന കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ PSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സുകളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച UN ജനറൽ അസംബ്ലി പ്രസിഡന്റ്. ഉത്തരം അന്നലീന ബെർബോക്ക്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റാണ് അന്നലീന ബെർബോക്ക്. അടുത്ത ചോദ്യം, 2026 ആശാൻ യുവ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആതിര ആറിനാണ് ആശാൻ യുവകവി പുരസ്കാരം ലഭിച്ചത് 2026. അടുത്ത ചോദ്യം, കുടുംബശ്രീ മിഷൻ പുറത്തിറക്കുന്ന കുട്ടനാടൻ താറാവ് ഇറച്ചിയുടെ പുതിയ ബ്രാൻഡ് നെയിം. ഉത്തരം ചീരു. അതായത് കുട്ടനാടൻ താറാവ് ഇറച്ചിയുടെ പുതിയ ബ്രാൻഡ് നെയിം, അതായത് കുടുംബശ്രീ മിഷൻ പുറത്തിറക്കുന്ന കുട്ടനാടൻ താറാവ് ഇറച്ചിയുടെ പുതിയ ബ്രാൻഡ് നെയിമാണ് ചീരു. അടുത്ത ചോദ്യം, അതിജീവികൾക്കായി കൃത്രിമ ആകാശപാലം നിർമ്മിച്ച ഇന്തോനേഷ്യയിലെ പ്രദേശം. അതിജീവികൾക്കായി കൃത്രിമ ആകാശപാലം നിർമ്മിച്ച ഇന്തോനേഷ്യയിലെ പ്രദേശമാണ് വടക്കൻ സുമാത്ര. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേയുടെ വൈദ്യുതീകരണത്തിൻ്റെ 100 വർഷത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ വർണ്ണ നാണയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. ഉത്തരം വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ചിത്രമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ വൈദ്യുതീകരണം പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ 100 വർഷം തികഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ വർണ്ണ നാണയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ചിത്രമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഗംഗ എക്സ്പ്രസ് വേ ആണ് ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ. അടുത്ത ചോദ്യം, 2027 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഉത്തരം താഷ്കന്റ്. 2027 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് താഷ്കന്റ്. അടുത്ത ചോദ്യം, ഭാരത് ഭവനും വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയും സംയുക്തമായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ലഭിച്ച വ്യക്തി. ഉത്തരം മധു. ചലച്ചിത്ര നടൻ മധുവിനാണ് ഭാരത് ഭവനും വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയും സംയുക്തമായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ജൈവമാലിന്യങ്ങളെ ശുദ്ധമായ ഇന്ധനമാക്കി മാറ്റുന്നതിനായി 500 കോടി രൂപയുടെ കംപ്രസ്ഡ് ബയോഗ്യാസ് നയം അംഗീകരിച്ച സംസ്ഥാനം. ഉത്തരം മഹാരാഷ്ട്ര. ജൈവമാലിന്യങ്ങളെ ശുദ്ധമായ ഇന്ധനമാക്കി മാറ്റുന്നതിനായി 500 കോടി രൂപയുടെ കംപ്രസ്ഡ് ബയോഗ്യാസ് നയം അംഗീകരിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, 2026 IBSF വേൾഡ് ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ജേതാവ്. ഉത്തരം സൗരവ് കോത്താരി. 2026 IBSF വേൾഡ് ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ജേതാവ് സൗരവ് കോത്താരി. അടുത്ത ചോദ്യം, 2026 ISSF ജൂനിയർ ലോകകപ്പ് ഷൂട്ടിംഗ് വനിതാ വിഭാഗം 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനുകളിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം രാജി ഗെയ്ക്വാദ്. 2026 ISSF ജൂനിയർ ലോകകപ്പ് ഷൂട്ടിംഗ് വനിതാ വിഭാഗം 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനുകളിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് രാജി ഗെയ്ക്വാദ്. രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് അർഹയായ മലയാളി. ഉത്തരം VS മഞ്ജുമോൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് 2026 അർഹയായ മലയാളിയാണ് VS മഞ്ജുമോൾ. നമുക്കറിയാം, വനിതാ ദിനത്തോടനുബന്ധിച്ച് നൽകി വരുന്ന നേഴ്സസ് ഡേയോടനുബന്ധിച്ച് നൽകുന്ന ഒരു പുരസ്കാരമാണ് എല്ലാ വർഷവും ഈ
ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് അതിൻ്റെ ഇപ്രാവശ്യത്തെ രാജ്യത്തെ ഏറ്റവും പരമോന്നത നഴ്സിംഗ് ബഹുമതി കൂടിയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ്. അതിന് ഈ വർഷം അർഹയായ ഒരു മലയാളിയാണ് VS മഞ്ജുമോൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി 4 മണിക്കൂർ തുടർച്ചയായി വൈദ്യുതി ലഭ്യമാക്കാൻ ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതി കമ്മീഷൻ ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം കേരളം. നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 4 മണിക്കൂർ തുടർച്ചയായി വൈദ്യുതി ലഭ്യമാക്കാൻ ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതി കമ്മീഷൻ ചെയ്യുന്നു. അടുത്ത ചോദ്യം, പ്രഥമ കേരള ഇൻ്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിൻ്റെ വേദി? ഉത്തരം തിരുവനന്തപുരം. ആദ്യത്തെ കേരള ഇൻ്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിൻ്റെ വേദി കേരളത്തിലാണ്. അടുത്ത ചോദ്യം, പ്രഥമ കേരള ഫോക്ക് ഫെസ്റ്റിവലിൻ്റെ വേദി? ഉത്തരം തിരുവനന്തപുരം. ആദ്യമായിട്ട് നടത്തുന്ന കേരള ഇൻ്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിൻ്റെ വേദി തലസ്ഥാനമായ തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം, പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാൻ? ഉത്തരം പ്രസൂൺ ജോഷി.